നമസ്കാരം. തിരുവനന്തപുരം ലോ കോളേജിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ അക്രമത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. SFI KSU സംഘർഷത്തിന്റെ പ്രകമ്പനം ഇന്ന് നിയമസഭയിലും ഉണ്ടായി. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ക്യാമ്പസുകളിൽ ആശയങ്ങൾക്ക് പകരം അക്രമമോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയം ഇന്ന് നിയമസഭയിലേക്ക് എത്തിയപ്പോഴും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ വാക്പോരുണ്ടായി. SFIയെ തെരുവ് ഗുണ്ടകളെന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനമുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവ് KSUക്കാരെ പോലെ തരംതാഴ്ന്ന് സംസാരിക്കരുതെന്ന് മറുഭാഗത്ത് മുഖ്യമന്ത്രിയും പറയുകയുണ്ടായി. ഈ വാക്പോരിനപ്പുറം വലിയ ആശയങ്ങൾ രൂപപ്പെടേണ്ട, പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ട ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇനിയും അനുവദിക്കാമോ, അല്ലെങ്കിൽ അത് തുടരേണ്ട കാര്യമുണ്ടോ? അതാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ അത് ഏത് രീതിയിലാണ് അതിന് തടയിടേണ്ടത്, ആരാണ് അതിന് തടയിടേണ്ടത്, കടിഞ്ഞാടിടേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ പാലക്കാട് നിന്നൊരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ, കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ക്യാമ്പസുകൾ ഇത്തരത്തിൽ രക്തരൂക്ഷിതമാകുന്നു, അല്ലെങ്കിൽ ആ KSU നേതാവിനെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ വിക്ടോറിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ശരി. 1979-80 കാലഘട്ടത്തില്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. 1979-80 കാലഘട്ടത്തില് പീടിയിൽ വേർപെടുത്തുക പറഞ്ഞിട്ട് ഒരു സമരം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴും പഠിപ്പ് പിന്നെ വഷളാക്കി മാഡം. പിന്നെ ഉപരിപഠനത്തിനും പോകാൻ പറ്റില്ല. അപ്പോ ഉപരിപഠനത്തിനും പഠിക്കാൻ പറ്റില്ല പറയാ. കണ്ണദാസനാണ്, കുഴപ്പമില്ല. ശരി ശരി ശരി. കണ്ണദാസനാണ് പേര്. പേര് കണ്ണദാസനാണ്. 79-80 കാലഘട്ടത്തില്. ശരി, ഈ അതിനുശേഷം പഠിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് അല്ലേ കണ്ണദാസൻ? കുഴപ്പമില്ല, പേര് മാറിയാലും കുഴപ്പമില്ല. ഒരു സമരം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല മേഡം, ഡിഗ്രി എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ കോളേജില് രാഷ്ട്രീയം നിർവഹിച്ചതാണ്, പിന്നെ വീണ്ടും അനുഭവിച്ചതാണ് ഇത്രയും പ്രശ്നമായത്. ശരി 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 കണ്ണദാസൻ, താങ്കളുടെ കോൾ ചെറിയ ശബ്ദത്തിന് ചെറിയ തകരാറുകളുണ്ട് എങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് അന്നുണ്ടായ, അദ്ദേഹം പഠിച്ച കാലത്ത് കോളേജിലുണ്ടായ ഒരു ആക്രമണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അക്രമത്തെക്കുറിച്ചാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് പരാതി പറയാൻ പറ്റിയില്ല, പക്ഷെ തുടർ പഠനത്തെ അത് എങ്ങനെയോ ബാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. വിളിച്ചതിന് നന്ദി. ആലപ്പുഴയിൽ നിന്നും ജോൺസൺ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ജോൺസൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? ഇന്ന് നടന്ന ആക്രമണത്തെ ഞാൻ വളരെയധികം ദുഃഖത്തോടെയാണ് കാണുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയൊരു തലമുറ വാർത്തെടുക്കുന്ന ക്യാമ്പസിൽ ഇങ്ങനത്തുള്ള ആക്രമണങ്ങൾ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുകയില്ല. കുറെ പേര് ഇങ്ങനെ ആക്രമിക്കുകയാണ്. പഠിക്കാൻ വരുന്ന പിള്ളേര് അവര് കൂട്ടം ചേർന്ന് ആക്രമിക്കുമെന്ന് അംഗീകരിക്കാൻ സാധിക്കില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ സമൂഹം, ക്യാമ്പസ് സമൂഹം നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നു. ശരി, വളരെയധികം നന്ദി വിളിച്ചതിന് ജോൺസൺ. ജിജോ എന്ന പ്രേക്ഷകൻ കാസർഗോഡ് നിന്നും. ജിജോ, പറഞ്ഞോളൂ. ഇപ്പൊ ഇതില് ഇന്ന് പിന്നെ നിയമസഭയിൽ ഇതിനെ കുറിച്ച് VD സതീശൻ ഇത് കൊണ്ടുവന്നായിരുന്നു, പ്രമേയം കൊണ്ടുവന്നായിരുന്നു. ഹലോ, എന്താണ് ജിജോ, ഒന്നുകൂടി പറയാമോ? VD സതീശൻ ഇതിന് ഇപ്പൊ ഈ ക്യാമ്പസിലെ അക്രമത്തിനെതിരെ ഒന്ന് ഇത് കൊണ്ടുവന്നപ്പോ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് KSUവിന്റെ തരം താഴരുത് എന്നാണ് പറഞ്ഞത്. അതെ അതെ. SFIക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാണ് പിണറായി വിജയൻ ചെയ്തത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം ഭരണകക്ഷി, ഇപ്പോ ഉള്ള ഭരണകക്ഷി നേരെ എതിർവശത്തായിരുന്നപ്പോൾ, പ്രതിപക്ഷമായിരുന്നപ്പോൾ ഈ കുട്ടി നേതാക്കളെയാണ് ഓരോ സമരത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിന്റെ അവർക്ക് ലാത്തി ചാർജും കാര്യങ്ങളും നടക്കുമ്പോൾ അതിന്റെ മറ പിടിച്ചാണ് DYFI ആയാലും CPM ആയാലും പിന്നെ പ്രക്ഷോഭം തുടങ്ങുന്നത്. ഇപ്പം ഈ ഭരണത്തിന്റെ പേരിൽ
ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടിയാണ് അതിൽ ആക്രമിച്ചത്. ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് 19 പേർ ആക്രമിക്കുകയാണ് ചെയ്തത്. ദൃശ്യങ്ങൾ വന്നു. ഇപ്പൊ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് സംരക്ഷമായി നടക്കാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നടത്തുന്ന സ്ത്രീ വിരോധമാണിത്. ഇപ്പൊ പ്രതിഷേധിക്കണം. കാരണം നമുക്ക് നേരത്തെ അറിയാം, CPM-ന്റെ ഒരു ഇത് നടന്ന സമയത്ത് നമ്മളെ മന്ത്രി ബിന്ദു പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്കെതിരെ നടത്തുന്നത് പുരുഷന്മാരുടെ അതിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നവോത്ഥാന പ്രസ്ഥാനങ്ങളാൽ പറയുന്ന ഈ CPM ഇപ്പൊ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഇത് നോക്കാം, ഇവർ സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ KSUവിനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ വീണ്ടും മറ്റുള്ള സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നെ KSU വളരില്ല എന്ന്. കാരണം പേടിച്ചിട്ട് കാരണം ഇവർക്ക് ഉണ്ടല്ലോ കയ്യോ കാലോ വേണമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇവര് വീണ്ടും KSUലേക്ക് ഇറങ്ങൂല എന്നുള്ള ഇതിന്റെ പേരിലാണ് SFI ഇത്ര ആക്രമം നടത്തുന്നത്. ശരി, അതാണ് ജിജോ, കാസർഗോഡ് നിന്ന് ജിജോയാണ് ഈ അഭിപ്രായം പങ്കുവച്ചത്. രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്നും ചേരുന്നു. രാധാകൃഷ്ണൻ, ഇപ്പോൾ ജിജോ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ SFIയുടെ അല്ലെങ്കിൽ CPM ഈ SFIക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നു എന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ, അത് ഏത് സംഘടനയോ ആയിക്കോട്ടെ, ആ വിദ്യാർത്ഥികളെ ഏത് രീതിയിലാണ് കടിഞ്ഞാണിടേണ്ടത്, അല്ലെങ്കിൽ അവർക്കൊരു നേർവഴി പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? അത് കോളേജുകളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഇപ്പോൾ നിലവിലുള്ള പലരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഈ മേഖലയിലേക്ക് വന്നവരാണ്. അപ്പോൾ അവിടെ എവിടെയാണ് ആ ഒരു കടിഞ്ഞാണിടേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അവർക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? മാഡം, വളരെ കാതലായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മാഡം പറഞ്ഞത്. എനിക്ക് ഒരു പ്രസക്തമായ കാര്യം പറയാനുള്ള സമയം തരണം. ഞാൻ സ്ഥിരം സംസാരിക്കുന്ന ആളാണെന്ന് അറിയാമല്ലോ. എന്റെ മകനും കോളേജിൽ പഠിക്കുകയാണ്. ഞാനും ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഇതിൽ പണ്ട് നമ്മൾ ബൈബിളിൽ പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരാൾ പോലും അവരുടെ കൈകളാൽ മരിക്കപ്പെടാത്ത സംഘടനകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വിഷയം എന്താണെന്ന് അറിയാമോ? ശക്തമായ നിയമം വേണം. നമ്മൾ കേരളത്തിലെ മുഴുവൻ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റമല്ല. പക്ക പ്രാടുകളായിട്ടുള്ള പിള്ളേർ ഇതൊന്നും അവര് നാട് നന്നാക്കാനോ രാഷ്ട്രീയ പാർട്ടി വലുതാക്കാനോ വരുന്നതല്ല. ഈ ചെറുപ്പത്തിൽ അവന്മാർക്ക് ഇതിന്റെ മറവില് എന്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കേതം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇവിടെ അക്രമം നടത്തി ഒരിക്കലും നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വലുതാകാൻ ഒക്കത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ തെരഞ്ഞെടുപ്പ് കേസുകൾ കുറയുന്നല്ലോ. എന്തുകൊണ്ടാണ് കൊലപാതകമോ കത്തിക്കുത്ത് നടക്കാത്തത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നമ്മുടെ നിയമ സംവിധാനങ്ങളെയും ഭയമുള്ളത് കൊണ്ട് ഇത് എല്ലാ പാർട്ടിക്കും ബാധകമാണ്. ശക്തമായ നിയമ സംവിധാനം കൊണ്ടുവരണം. കോടതി ഇടപെടണം. നമ്മളിപ്പോൾ അനുദിനം പുതിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നിയമം വരുന്നുണ്ടല്ലോ. ഒരു സങ്കീർണമായ വിഷയം വരുമ്പോഴാണ് കോടതി പുതിയ നിയമങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഗവൺമെന്റുകൾ പുതിയ നിയമങ്ങൾ പാസ്സാക്കുന്നത്. കോളേജുകളിൽ ജീവൻ നഷ്ടപ്പെട്ട് അക്രമവും ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിൽ എന്നേക്കുമായി അവരുടെ ഭാവി അവസാനിക്കണം. അങ്ങനെ ഒരു ഭയം നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും ഉണ്ടാകുന്ന ഭയം പോലെ ഒരു ഭയം ഉണ്ടായാൽ ഈ നാട് നന്നാവും. ഇനി ഒരിക്കലും ഒരമ്മയ്ക്കും മകനെ നഷ്ടപ്പെടത്തില്ല, അച്ഛനും മക്കൾ നഷ്ടപ്പെടത്തില്ല. ശക്തമായ നിയമം ഇല്ലാത്തതുകൊണ്ട് കോളേജിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ബൗണ്ടറിയിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് എന്നും ആകാമെന്നാണ്. പുറത്തു വെച്ചാണ് ഒരു സ്ത്രീ ആക്രമിച്ചെങ്കിൽ ശക്തമായ നടപടി എടുക്കത്തില്ല. അപ്പൊ കോളേജിനകത്ത് സ്ത്രീ ആയാലും അവിടെ നിയമമില്ല. അപ്പൊ കോളേജിനകത്ത് ചാർജ് ചെയ്യുന്ന നിയമങ്ങൾക്ക് ബലമില്ലാത്തത് കൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. ശക്തമായ നിയമ നടപടി നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ചെയ്യുന്നത് പോലെ ശക്തമായ നിയമ നടപടി കോളേജ് വ്യക്തമാണ്. രാധാകൃഷ്ണൻ, വളരെയധികം നന്ദി വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിനും. ഉമ്മർ എന്ന പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന്. ഉമ്മർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വിജ്ഞാന കേന്ദ്രങ്ങൾ ഗുണ്ടായുധ കേന്ദ്രങ്ങളായി മാറുക എന്ന് പറയുമ്പോൾ ഭാവിയിലേക്ക് വേണ്ട ഭരണകർത്താക്കളോ അതല്ലെങ്കിൽ പല പല മേഖലയിലേക്കും പോകേണ്ട വിദ്യാർത്ഥികൾ ഇതേപോലെ ക്യാമ്പസുകൾ ഇത്തരം ആഭാസ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ തുല്യരാണ്. രാഷ്ട്രീയം ഇതിന് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉണ്ടായിട്ടുണ്ടാകും. ലോക രാജ്യങ്ങളൊക്കെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പസുകളിലും ഒക്കെ നമ്മൾ ഇന്ന് വിട്ടുപോയിട്ട് പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും വൃത്തികളും സംസ്കാര ശൂന്യതയും ഒരു ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ല, അതും കൂടെ മനസ്സിലാക്കാതെ ഒരു തരം ഗുണ്ടാ ശൈലിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഈ നാടകം ശരിക്കും എങ്ങനെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് നിയമനിർമ്മാണം നടത്തുന്നു. ഇവരൊന്നും പിന്നെ കോളേജോ ക്യാമ്പസോ കാണാൻ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ പന്തളിയിൽ ചുമപ്പ് കാർഡ് കൊടുക്കണ മാതിരി അവിടെ കാർഡ് കൊടുത്ത് പുറത്താക്കണം എന്നുള്ള അഭിപ്രായമാണ്.
ഇത് ഭരിക്കുന്ന പാർട്ടിക്കോ ഭരിക്കുന്ന പാർട്ടിയോ പിന്നെ പ്രതിപക്ഷം എന്നുള്ളത് അതിൻ്റെ വിഷയമാണ്. വിജ്ഞാന കേന്ദ്രങ്ങൾ പിന്നെ ഗുണ്ടായുസ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അവസ്ഥ? നമ്മളിവിടെ പുറത്തു പോയി പഠിക്കുമ്പോൾ എന്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കുറെ ആൾക്കാർ പിന്നെ കുവൈറ്റ് പഠിക്കുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ. എന്താ അവസ്ഥയാണത്? ഇതിന് ശരിക്കും രാഷ്ട്രീയക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ട് കറക്റ്റ് ഇവരെ തിരിച്ചൊന്നും ഒരു ജോൺ ബ്രിട്ടോ ഇപ്പൊ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു പോയല്ലേ, സാമ്പത്തിക രാഷ്ട്രീയത്തിന്റെ ഇരയാണ് അദ്ദേഹം. എത്ര എണ്ണം ഇതേപോലെ പോയി. എന്തൊരു നിയമനിർമ്മാണം നടത്താൻ ഇവിടുത്തെ സാമാജികർക്ക് കഴിയില്ലേ? അതാണ് ഉമ്മറാണ് മലപ്പുറത്ത് നിന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചത്. രാമചന്ദ്രൻ എന്ന പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നും ചെയ്യുന്നു. രാമചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിലൊരു നിയമനിർമ്മാണം വരണം, അത് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ മാത്രമേ ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനാകൂ എന്നാണ് ഈ മുൻപ് വിളിച്ച പ്രേക്ഷകരൊക്കെ പറഞ്ഞത്. അത് ആ അഭിപ്രായം എനിക്ക് വളരെ ശരിയായി തോന്നുന്നുണ്ട്. ഇതിന് എന്നെ മുമ്പിൽ സംസാരിച്ച രണ്ടുപേര് പറഞ്ഞതും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഞാൻ 1964 കേരളവർമ്മ കോളേജിൽ ഈ സബ്ജക്ട് ഈ ഇഷ്യൂസ് 57-58 കണ്ടിട്ടുള്ളതാണ്. ഈ SFI എന്ന് പറഞ്ഞ സംഘടന എല്ലാ സമയത്തും ഗുരുതരമായ ക്രൂരകൃത്യങ്ങൾക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. KSU ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവര് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇവരത് അങ്ങനെയല്ല. ഇവര് എല്ലാ ദിക്കിലും അപ്രാപ്യം, അവർക്ക് സമർത്ഥത വേണമെന്നുള്ളത് കൂട്ടത്തിലാണ്. നിയമനിർമ്മാണം നടത്തി അവർക്ക് ശരിയായ ശിക്ഷ ഉറപ്പുവരുത്തിയാൽ ഇതിൽ കുറവ് വരും. അതിന് പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾക്ക് സാധിക്കില്ല. കാരണം അവർക്ക് ഇത് തന്നെയാണ് ജനനാലുള്ള സ്വഭാവമാണ് അവരുടെ. അത് മാറ്റം പറ്റില്ല. ശരി, രാമചന്ദ്രൻ വിളിച്ചതിന് നന്ദി. താങ്കളുടെ അഭിപ്രായത്തിനും. മുഹമ്മദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു മഞ്ചേരിയിൽ നിന്നും. മുഹമ്മദ്, ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനാവുക? അതൊരു ചോദ്യമായി നിൽക്കുന്നു. അപ്പോഴും ഇവരെ പിന്തുണയ്ക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു പിന്തുണ, ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ KSUവിനെ പിന്തുണച്ചുകൊണ്ട് VD സതീശൻ രംഗത്തെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പറയുകയും SFIയെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയൻ അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതല്ലാതെ ഇതിനൊരു മരുന്നെന്ത് എന്നുള്ള കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ വേണ്ട കരുതാൻ? അങ്ങനെ ഇനി മരുന്നില്ല മാഡം, മരുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തല്ലും പിടിയും കൊല്ലലും വേറുള്ളതും ഒക്കെ അയച്ച് വലിയ ആളയച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോ അത് ഏത് പാർട്ടി ആ ആൾക്കാർ അവരെ സംരക്ഷിക്കും. ഇപ്പൊ പിണറായി വിജയൻ പോയിട്ട് അവിടെ തച്ചോളിന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കേട്ടില്ല, അത് അവസാനം മൂപ്പരെ സാവകാശം പോലെ അത് വിവരിച്ചും കൊടുത്തു. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സമരത്തിലൂടെ മാത്രമാണ്. പിന്നെ മാത്രമല്ല, ഈ സമരത്തിലൊക്കെ നിന്നെങ്കിൽ ഓലൊക്കെ ഈ കൊടി പിടിച്ചിക്കുന്നതും വേറുള്ളതും കുറച്ച് മുറിയായി കെട്ടിയതും മറ്റും മറിച്ചുമൊക്കെ SFI ആണെങ്കിലും മറ്റേ ഏത് സംഘടന ആയെങ്കിലും ജനം അറിയുള്ളൂ. മുഹമ്മദ്, അതാണ് മുഹമ്മദ്. അതെ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ഈ താങ്കൾ പറഞ്ഞത് ശരിയാണ്, പല നേതാക്കളും വളർന്നത് ഈ വിദ്യാർത്ഥി സമരത്തിലൂടെയൊക്കെ തന്നെയാണ്. പക്ഷെ അടി കൊണ്ടാലേ നേതാവാകൂ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അടികൊണ്ട നേതാവ് അവർക്കൊരു പുതിയൊരു ഇതാണ്. അടി കിട്ടി, തല പൊട്ടി, കെട്ടിയിട്ടു, മറ്റേതാക്കി എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ മരണശേഷം ഓരോരുത്തർ വായിക്കണമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ എത്ര നേതാക്കൾ അങ്ങനെ സമരത്തിലൂടെ ഇപ്പൊ വലിയ നേതാക്കളായിട്ടുണ്ട്, എല്ലാ പാർട്ടിന്റെയും ആയിട്ടുണ്ട്. പക്ഷെ ഇതിന് ഒരു മാർഗേ ചെയ്യാനുള്ളൂ. ഇപ്പൊ കുറച്ച് നേരത്തെ ആള് പറഞ്ഞ മാതിരി ഒരു ശക്തമായിട്ടുള്ള നിയമമാണ് ക്യാമ്പസിൽ. ഇതാണെങ്കിൽ നമ്മളെ വക്കീല് കുട്ടികളാണ് ഇപ്പൊ ഈ ചെയ്തത്. വക്കീല് കുട്ടികൾ അങ്ങോട്ടും ചെയ്തു ഇങ്ങോട്ടും ചെയ്തു. കാരണം നമ്മൾ നിയമം പഠിപ്പിക്കാനും വലിയ വക്കീലാകാനും വലിയ ഉയർന്ന തരത്തിൽ പോണ കുട്ടികളും അവരൊക്കെ ഈ സമയത്ത് പോലെ അന്തം വിട്ടിട്ട് അങ്ങോട്ടടിച്ച എന്നുള്ളതാണ്. അപ്പൊ അതിന് നല്ല കാര്യമായിട്ടുള്ള നിയമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. അല്ലാത്ത അർത്ഥത്തിൽ നടന്നേ തീരൂ. ശരി മുഹമ്മദ്, വളരെയധികം നന്ദി വിളിച്ചതിന്. ജോസഫ് എന്ന പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന്. ജോസഫ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഈ പറച്ചിലൊക്കെ ഓരോരുത്തരുടെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ ഇപ്പൊ ഇന്നലെ രാവിലെ ഉണ്ടായത് ആ അടി. ഇതിനു മുമ്പ് അടി ഉണ്ടായിട്ടേ ഇല്ലെന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ വർത്തമാനം പറഞ്ഞത്. നിയമം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുന്നു. ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം മഹാരാജാസ് കോളേജിൽ ഒരു പയ്യനെ കുത്തിക്കൊന്നത്. അന്നിവിടെ പ്രതിപക്ഷ നേതാവ് ഒന്നും ഡാൻസ് കളിക്കുന്നത് കണ്ടില്ല നിയമസഭയിൽ. അതുപോലെ തന്നെ ഈ 2 മാസം മുമ്പാണ് ഇടുക്കിയിൽ ഒരു പയ്യനെ SFIക്കാരൻ ഒരു പയ്യനെ KSUക്കാരൻ കുത്തിക്കൊന്നത്.
അന്നും ഇവരാരും എണ്ണീറ്റ് ഒന്നും പറയുന്നത് അതാണ് ജോസഫ്, അത് കൃത്യമാണത്. പക്ഷേ ഇപ്പോഴും ജോസഫ് പറയുന്നത് ഇതാണ്, പഴയ കാര്യം അവരെ ഓർമ്മിപ്പിച്ച് വീണ്ടും ഇളക്കി വിടുകയാണ്. ഇത് തന്നെയാണ് ഓരോ ക്യാമ്പസിലും നടക്കുന്നത്. അത് ആവർത്തിക്കേണ്ടതുണ്ടോ? ഇത് പുതിയ കാര്യമല്ല. ജോസഫ് പറഞ്ഞത് കൃത്യമാണ്. ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് അന്ന് സംസാരിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നി ഇറങ്ങുന്നവരില്ലേ? അത് നമ്മൾ തടയണ്ടേ? പറഞ്ഞോട്ടെ, ഞാനൊന്നും പറച്ചിൽ തീർന്നില്ല. വേഗം ശക്തമായ നിയമം വേണമെന്നൊക്കെ ചില മുസ്ലിങ്ങൾ പറയുന്നത് കേട്ടു. ഇവിടെ നിയമം ഇല്ലാഞ്ഞിട്ടാണോ ജോസഫ് സാറിന്റെ കൈ വെട്ടിയിട്ട് പിന്നെ ഇവരാരും ഒന്നും പറഞ്ഞില്ലല്ലോ ശക്തമായ നിയമക്കാര്. പിന്നെ ലഖംപൂർ കേരിയിലെ ഒരു MP-യുടെ മോൻ വണ്ടി കയറ്റി 10 പേരെ കൊന്നു. കാരണം അവിടെ മോളിൽ പാടി ഡൽഹി കൊണ്ട് നടക്കുന്നു. ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഇവരെല്ലാം കയറി വന്നത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോടുക. മറ്റുള്ളവരെ തല്ലിയും അടിച്ചും കൊന്നും ഒക്കെ കയറി വന്നത്. ഇപ്പൊ അവർക്ക് വിഷമം തോന്നുന്നു. എന്നിട്ട് എന്താ സുധാർ കഴിഞ്ഞ 3 ദിവസം മുമ്പ് പറഞ്ഞത്? SFIക്കാർക്ക് ഒരു രക്തസാക്ഷിയെ കൊടുത്തെന്ന് ഇടുക്കിയില്ല. ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് ഇപ്പൊ അടിയുണ്ടായത്? നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ ഈ ന്യൂസ് ചാനൽ പറയുന്നുണ്ടല്ലോ, ഒരു SFIക്കാരി പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ചു KSUക്കാര്. അതുകൊണ്ടാണ് അവിടെ അടിയുണ്ടാക്കിയത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് ചുമ്മാ അങ്ങ് അടിക്കുകയല്ലായിരുന്നു. ശരി 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 ജോസഫ്, അതാണ് ഈ കാരണം അന്വേഷിക്കുന്നതിനപ്പുറം. കാരണം ശരിയാണ് ജോസഫ് പറഞ്ഞതുപോലെ, എന്താണ് കാരണം എന്ന് അന്വേഷിച്ചാൽ, ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്വേഷിച്ചാൽ 1000 കാരണങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ അക്രമം അവസാനിപ്പിക്കേണ്ടേ എന്നുള്ളത് തന്നെയാണ് പൊതുവേദി ചോദിക്കുന്നത്. വളരെയധികം നന്ദി വിളിച്ചതിന്. ഒരു ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരും. പൊതുവേദിയിലേക്ക് വീണ്ടും. ക്യാമ്പസുകളിൽ ആശയങ്ങൾക്ക് പകരം അക്രമമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാജേഷ് എന്ന പ്രേക്ഷകൻ വടകരയിൽ നിന്നും ചേരുന്നു. രാജേഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം, കേരളത്തിലെ കലാലയങ്ങളിൽ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം കൊണ്ടുവന്നത് SFI ആണ്. ഹലോ, പറഞ്ഞോളൂ. ജനാധിപത്യമായ രീതിയിൽ കോളേജ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് SFI നടത്താൻ തയ്യാറുണ്ടോ? നിങ്ങൾ DOSI ഗുണ്ടകളെ, ടൗണിന്റെ ചുമട്ട് തൊഴിലാളികൾ CIT ഗുണ്ടകളെ ഉപയോഗിച്ചിട്ട് മറ്റ് രാഷ്ട്രീയ സംഘടനകളെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരുടെ ആക്രമിച്ച് അവരുടെ വീട് ആക്രമിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ചെയർമാൻ സ്ഥാനം മത്സരിക്കുന്ന വിജയിക്കുന്നത്? ജനാധിപത്യമായ രീതിയിൽ നിങ്ങൾ മത്സരിക്കാൻ തയ്യാറുണ്ടോ ഓരോ SFIക്കാരനും? അല്ലെങ്കിൽ നിന്ന് ഒറ്റക്കൊറ്റക്ക് അടിക്കാൻ തയ്യാറുണ്ടോ? DYFI ഗുണ്ടകളെ കൂട്ടാതെ, CIT ഗുണ്ടകളെ കൂട്ടാതെ. രാജേഷ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വെല്ലുവിളി അല്ല നമുക്ക് വേണ്ടത്. ഈ വെല്ലുവിളിയിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? വീണ്ടും ഒരു അക്രമത്തിലേക്കല്ല ഈ രാജേഷ് ഇപ്പൊ പറയുന്ന രീതിക്കാണെങ്കിൽ, രാജേഷിന്റെ ടോണിലാണെങ്കിൽ അങ്ങനെയല്ലേ അതുള്ളത്? അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ മുൾമുന്നിൽ നിർത്താൻ രാജേഷ് പഠിക്കുകയാണോ? മാതാപിതാക്കള് വളരെ ആശങ്കയോടെയാണ് വിദ്യാർത്ഥികളെ വിദ്യാലയ സ്ഥാപനങ്ങളെ അയക്കുന്നത്. രാജേഷ് പഠിക്കുകയാണോ? വിദ്യാർത്ഥിയാണോ? രാജേഷ് കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഞാൻ SFIന്റെ അക്രമ ഭീഷണി കാരണം പഠിച്ച് നിർത്തേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ വടകര കോളേജിൽ. എന്താണ് സംഭവിച്ചത് രാജേഷ്? അവരെ ജാഥയിൽ പോവാത്തതിന് എന്നെ ആക്രമിച്ചു. അവർക്ക് മെമ്പർഷിപ്പ് പിരിവിന്റെ സമയത്ത് 200 രൂപ കൊടുക്കാത്ത എന്നെ ആക്രമിച്ചു. എങ്ങനെയാണ് അവിടെ എന്നിട്ട് കോളേജിൽ നിന്ന് പഠിത്തം ഇപ്പൊ പഠിക്കുന്നില്ല? നിർത്തി. ഈ CPM വന്നിട്ട് ഒരുപാട് വ്യവസായികൾ വ്യവസായം നിർത്തുന്നു. SFI വന്നിട്ട് അവർ അക്രമം വന്നിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പഠനം നിർത്തുന്നു. എന്തെന്നാ ഇത്? ബീഹാറാണോ? കേരളം ഇത്? നിങ്ങൾ ഇന്ന് രാത്രി ചർച്ച വെക്കണം. ഈ വിഷയത്തെ ഊന്നിയിട്ട് ഇന്ന് രാത്രി 8 മണിന്റെ പ്രൈം ഡിബേറ്റ് നിങ്ങൾ ഈ വിഷയം ഇതാക്കണം. നിങ്ങൾ വെറും അരമണിക്കൂർ ഇതിൽ ചർച്ച ചെയ്ത് പോലല്ല. ഇത് ഗൗരവമേറിയ വിഷയം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം ആശങ്കരാകുന്നതാണ്. രാജേഷ് പറയുന്നത് രാജേഷിന്റെ വികാരം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട്. രാജേഷ് ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നോ? വിദ്യാർത്ഥികളുടെ ലക്ഷ്യം പ്രകടമാക്കുന്നത് ഇവരാരാണ്? ഈ താലിബാനോ? ഈ SFI CPM ഒക്കെ കേരളത്തിൽ? ശരി, രാജേഷ് എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. അദ്ദേഹം വളരെ വികാരഭരിതനാണ്. കാരണം അദ്ദേഹത്തിന് ഈ SFIയുടെ സമരത്തിൽ പങ്കെടുക്കാത്തതിന് അദ്ദേഹത്തെ തല്ലിച്ചതച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം അതുകൊണ്ട് പഠിത്തം നിർത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, കണ്ണൂരിൽ നിന്നും മോഹൻ, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അപ്പൊ ഇതിന് മുന്നിൽ ആൾ വലിയ ആവേശം കൊള്ളുന്നതാണ്. ഒരു SFI ആണ് എല്ലാം ചെയ്യുന്നത്, പിടിക്കുന്നത്. അപ്പൊ SFIയുടെ ഞാൻ അവിടെ കൊന്നതും ധീരജിനെ കൊന്നതും ഇതൊക്കെ ഇവര് വിവരമില്ലാത്തവരെന്നല്ല, വിവരമില്ലാത്തവരാണ്, നിയമം പഠിക്കുന്നവരാണ്. അവരാണ് അക്രമം നടത്തുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ക്യാമ്പസ് ഇത് തന്നെ നിർത്തിക്കണം. കോടതിയുടെ ഓർഡർ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് നിർത്തിക്കാത്തത്? അഥവാ ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ
അതിന് പ്രത്യേക മാനുവൽ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യാതെ അവരെ ആ ക്യാമ്പസ് നല്ല അതിൽ നിന്ന് പുറത്താക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇത് ഓരോ ആൾക്കാർ പറയുന്നതായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും SFI മാത്രമാണ് ഇത് ചെയ്യുന്നത്, എല്ലാവന്മാരും ഉണ്ട്. അതെ മോഹൻ, പക്ഷേ രാജേഷ് എന്ന് പറഞ്ഞ നേരത്തെ വിളിച്ച ആൾക്ക് അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. അത് കാരണം പഠിത്തം നിർത്തിയ ആളാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് SFIക്കെതിരെ ഇത്തരത്തിൽ പറയാനുള്ള അവകാശമുണ്ട്. അത് പറയാം. പക്ഷെ എനിക്ക് വന്ന് ഇതിന്റെ ഒരു ആവശ്യമില്ല ഇന്ന്. കാരണം എന്താണെന്നറിയോ, ഇത് ഇവിടെ ഇന്ന് മാത്രമാണോ ഇത് നടന്നത്? എത്ര കാലമായി നടക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അതാണ് ഇത്രയും കാലങ്ങളായി നടക്കുന്ന ഈ കാര്യം നിർത്തലാക്കണം, അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ജയകുമാർ എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നും. ജയകുമാർ പറയൂ. മാഡം, ഏത് പാർട്ടി ഏത് സംഘടന ചെയ്താലും അത് തെറ്റാണ്, അംഗീകരിക്കാൻ പാടില്ലാത്ത വിഷയമാണ്. പക്ഷേ രാജേഷ് പറഞ്ഞത് വെല്ലുവിളിയല്ല, അയാളുടെ അനുഭവവും ഇന്നിവിടെ നടക്കുന്ന 90% നടക്കുന്ന കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ഒരുപാട് ആൾക്കാർ പഠിത്തം നിർത്തി പോയിട്ടുണ്ട് ഈ SFI ഗുണ്ടകളെ കാരണം. ഈ കൊല്ലും കൊലയും നടത്താത്ത പാർട്ടിയാ, കൊല്ലും കൊലയും നടത്താതെ കയറി വന്ന നേതാക്കന്മാരാണ് നമ്മളെ പിണറായി, പിന്നെ കൊടിയേരി, ജയരാജന്മാര് എന്നാണ് ഇടുക്കിയിൽ ജോസഫ് പറയുന്നത്. അയാളെ പോലെയുള്ളവരാണ് അയാളെ പോലെയുള്ളവരായിരിക്കും ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തിക്കുന്നത്. പിന്നെ ഈ ഇടുക്കിയിലൊക്കെ കാണിച്ചത് എല്ലായിടത്തും കാണിച്ചത് കോൺഗ്രസ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന എല്ലാം ഇന്നിപ്പോ വെളി വരുന്നുണ്ട് അവരുടെ സംഘടനയാണെന്ന്. ഇടുക്കിയിൽ ആരാണ് ചെയ്തത്? കൂടെ പോയ അവന്മാരിലെ കുത്തിയത്. മറ്റവൻ ജീവൻ രക്ഷിക്കുന്നത് ഓടിയില്ലല്ലേ? അതുപോലെ വെഞ്ഞാറമ്മൂട് നടന്ന ആരാ? ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, വെഞ്ഞാറമ്മൂട് നടത്തിയതാണ്. അതില് കൂടെ നിന്ന് ആ നേതാവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഇവർ തമ്മിത്തല്ലി, അവര് ഗുണ്ടകളെ വിട്ട് തമ്മിത്തല്ലി ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിന്റെ തലയെ കൊണ്ട് വോട്ട് പിടിക്കലല്ലേ ഇവരെ ജോലി. ശരി ജയകുമാർ. ശരി, പൂജപ്പുരയിൽ നിന്നും ജയകുമാറാണ് സംസാരിച്ചത്. ജോസഫ് എന്ന പ്രേക്ഷകൻ കൂടി തൃശ്ശൂരിൽ നിന്നും ചേർന്നു. ജോസഫ് പറയൂ. 3 കാര്യങ്ങൾ പറയാനുള്ളത്. കേരളത്തിലെ കലാലയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ 38 SFIക്കാർ മരിച്ചിട്ടുണ്ട്. എത്ര KSUക്കാരനും IDUക്കാരനും മരിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ കണക്ക് നോക്കുക സംസാരിച്ചവരൊക്കെ. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടാസ് നമുക്കറിയാലോ, സൈമൺ ബ്രിട്ടാസ്. മാത്രമല്ല നേരത്തെ സുഹൃത്ത് പറയുന്നത് കേട്ടു 57-58 കാലത്തിൽ SFI ഇത്ര. CPM പോലും 72 വരുന്നത്, ചൈന യുദ്ധത്തിന് ശേഷം വരുന്നത്. എവിടെയുള്ള യുവന്മാരൊക്കെ മറ്റൊരു പറയുന്നത് അടിച്ചിട്ട് പഠിപ്പ് തീർത്തിട്ട് കള്ളത്തരം പറയുന്നതാണ്. ഇങ്ങനെ കൊറോണത്തിന് എന്റെ ജീവിതത്തിൽ നേരിട്ടുണ്ട്, കണ്ടിട്ട് ഞാൻ അവസാനം പറഞ്ഞു ഞാൻ പണ്ട് CPM ആയിരുന്നു, കൊള്ളായ്മ കണ്ട് ഞാൻ ഇപ്പൊ കോൺഗ്രസ്. ഇപ്പൊക്കെ താഞ്ഞ് ജന്മന കോൺഗ്രസും RSSും BJPക്കാരൊക്കെ ഒരു ജയകുമാറിനോട് പറഞ്ഞു കേട്ടില്ലേ, ഇടുക്കിയിൽ SFIക്കാർ കൊന്നത്ര. അപ്പോൾ തിരുവനന്തപുരത്ത് CPM കൊന്നു. എവിടുന്ന് എന്ത് ശരി ജോസഫ്, ശരി. വളരെയധികം നന്ദി വിളിച്ചതിന്. ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും സംസാരിച്ചത്. എന്തായാലും പൊതുവേദിയുടെ സമയം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.